ഇന്നും ഒരു മാറ്റവുമില്ല. വൈകിട്ട് വരെ ഒരു പ്രകോപനവും വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് കണ്ടതില്ല. പക്ഷേ ഇരുട്ട് വീണ ആ സമയം തൊട്ട് നമ്മൾ ഓരോരോ വാർത്തകൾ കേൾക്കുന്നു. ഓരോയിടങ്ങളിൽ നിന്നും പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. ഡ്രോൺ ആക്രമണ ശ്രമത്തിന്റെ ദൃശ്യങ്ങളും ഒപ്പം വാർത്തകളും വരുന്നു. ചില ഇടങ്ങളിലൊക്കെ വലിയ പൊട്ടിത്തെറി ശബ്ദം കേട്ടതായുള്ള വാർത്തകൾ വരുന്നു. നിലവിലെ സ്ഥിതി എന്താണ്? ഈ ആക്രമണ ശ്രമങ്ങൾ പാകിസ്ഥാൻ കുറച്ചിട്ടുണ്ടോ, പിൻവാങ്ങുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും അപ്ഡേറ്റ് ലഭിക്കുന്നുണ്ടോ ബൽറാം? പ്രജിൻ, പാകിസ്ഥാൻ കുതന്ത്രങ്ങൾ ആവർത്തിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഡ്രോണുകൾ അയക്കുന്നു. ഒപ്പം തന്നെ ആഭ്യന്തര ഫ്ലൈറ്റ് സർവീസുകൾ, സിവിലിയൻ ഫ്ലൈറ്റ് സർവീസുകൾ തുടരുകയാണ് പാകിസ്ഥാൻ. ഇത് വലിയൊരു അപകട സാധ്യതയാണ്. പക്ഷേ അന്താരാഷ്ട്ര സമൂഹത്തിന് മേൽ ഇന്ത്യയെ പഴിചാരാനായി ഇത്തരം ഒരു അവസരം പാകിസ്ഥാനായി തന്നെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ അത്യന്തം അപകടകരമായി ജനങ്ങളുടെ ജീവന് പോലും വില കൽപ്പിക്കാതെ ഒരു ചതി നടത്താൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിലും. അതേസമയം ഇന്ത്യയിലേക്കുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അത് ഡ്രോണിന്റെ രൂപത്തിലും അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഷെല്ലിന്റെ രൂപത്തിലും പാകിസ്ഥാൻ ഈ ആക്രമണങ്ങൾ തുടരുന്നു. ജമ്മു കശ്മീരിലെ അതിർത്തി ജില്ലകൾക്ക് അപ്പുറത്തേക്ക് അവന്തിപ്പോര, പുൽവാമ തുടങ്ങിയ ജില്ലകളിൽ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ഡ്രോണുകൾ എത്തി എന്നുള്ളതാണ്. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഡ്രോണുകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതുവരെ വന്ന ഡ്രോണുകളെല്ലാം തകർക്കാൻ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ബാരാമുള്ളയിൽ വലിയ തോതിലുള്ള ഡ്രോണുകളുടെ നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവ വെടിവെച്ചിടുന്ന സാഹചര്യമുണ്ടായി. സമാനമായി ശ്രീനഗർ വിമാനത്താവളത്തിലേക്കും ഡ്രോണുകൾ ഇന്ന് എത്തി. ഇന്നലെ ഒരു ഡ്രോണായിരുന്നുവെങ്കിൽ ഇന്ന് 2 ഡ്രോണുകൾ ശ്രീനഗർ വിമാനത്താവളം ലക്ഷ്യമാക്കി എത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇവ രണ്ടും നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമാനമായി അതിർത്തി മേഖലകളിൽ അത് 8 മേഖലകളിലും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം തുടരുകയാണ്. ഉറിയിൽ ഇന്ന് നേരം ഇരുട്ടും മുമ്പ് തന്നെ പാകിസ്ഥാൻ ഈ ഷെല്ലുകൾ ഉപയോഗിച്ച് ജനവാസ മേഖലകൾ, ജനങ്ങളുടെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണം നടത്തി വരികയാണ്. അത് പ്രധാനമായും ഈ മേഖലകളിലെല്ലാം തന്നെ ജനങ്ങൾ ഒഴിഞ്ഞുപോയിട്ടുണ്ട്. ആശങ്കയെ തുടർന്ന് അവർ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത ഇടങ്ങൾ തേടി പോയിരിക്കുന്നു. എന്നാൽ ആ വീടുകൾ പോലും തകർക്കുകയാണ് പാകിസ്ഥാന്റെ ഷെല്ലുകൾ. കഴിഞ്ഞ ദിവസം ഉറി മേഖലയിൽ 8 പേർക്ക് പരിക്കേറ്റിരുന്നു, ഒരാൾ മരിച്ചിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും വിജനമായ നിലയിലാണ് ഉറി മേഖല. 15,000-ഓളം പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഈ മേഖല ഉപേക്ഷിച്ച് പോയത്. പലരും ശ്രീനഗറിലേക്കും ബാരാമുള്ളയിലേക്കുമാണ് താമസം മാറിയിരിക്കുന്നത് താൽക്കാലികമായി. പ്രായമായ ചില ആളുകൾ മാത്രമാണ് ഈ മേഖലകളിൽ തുടരുന്നത്. അവരാകട്ടെ കന്നുകാലികളും മറ്റും സംരക്ഷിക്കുന്നതിനും അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതിനും അവയെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സില്ലാത്തതും കൊണ്ടും ആ മേഖലയിൽ തുടരുകയാണ്. ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം എന്നുള്ളത് ഈ ഉറി മേഖലയിൽ ബങ്കറുകൾ ഇല്ല എന്നുള്ളതാണ്. അതേസമയം മറ്റ് ബങ്കറുകൾ ഉള്ള പൂഞ്ച്, രജൌരി അടക്കമുള്ള മേഖലകളിൽ ജനങ്ങളെ പൂർണ്ണമായും ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാദേശിക ഭരണകൂടം. അത് ഏതാണ്ട് പൂർണ്ണമായും മാറ്റാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രജിൻ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മാരക പ്രഹരശേഷിയുള്ള ആ ഷെല്ലുകൾ അത് കോൺക്രീറ്റ് പോലും തകർക്കുന്നതാണ്. ഇരുമ്പ് പൈപ്പ് പോലും അല്ലെങ്കിൽ ഇരുമ്പ് വൈദ്യുത പോസ്റ്റ് പോലും തുള വീഴ്ത്തുന്ന തരത്തിലുള്ള ശേഷിയേറിയ ഷെല്ലുകളാണ് പാകിസ്ഥാൻ പ്രയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ബങ്കറുകൾ പോലും എത്രത്തോളം സുരക്ഷിതത്വം നൽകും എന്ന കാര്യം സംശയമാണ്. അത്രത്തോളം ആശങ്ക ജനങ്ങൾക്ക് ഉണ്ട് ഈ മേഖലയിൽ എല്ലാം. എങ്കിൽ പോലും പരമാവധി ജനങ്ങളെ പാകിസ്ഥാന്റെ ആക്രമണ സാധ്യതയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഇന്റലിജൻസ് വിവരം ഇന്ത്യൻ ഏജൻസികൾക്ക്, സുരക്ഷാ സൈനികർക്ക് ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് ആളുകളെ ആ മേഖലകളിൽ പ്രവേശിക്കുന്നത് വിലക്കിയും ഒപ്പം തന്നെ അവിടുത്തെ സ്ഥിരതാമസമുള്ള ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതുമായ നടപടികൾ ഇന്നും തുടരുകയായിരുന്നു. അത് വലിയൊരു പരിധിവരെ ഈ ആൾനാശം കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് കണക്കുകളിൽ തന്നെ വ്യക്തമാണ്. ആദ്യ ദിനത്തിലെ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ 16 ജീവനുകളാണ് പൊലിഞ്ഞത്. പൂഞ്ച് മേഖലയിലായിരുന്നു ഈ ശക്തമായ ആക്രമണം ഉണ്ടായത്. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ പരിക്കേൽക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെങ്കിലും മരണസംഖ്യ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉറിയിൽ നിന്നും ബാരാമുള്ളയിലേക്കുള്ള വഴിയിൽ വെച്ച്
ഒരു സ്ത്രീ മരിച്ചു. നർഗീസ് ബീഗം എന്ന സ്ത്രീയാണ് മരിച്ചത്. അവർ ഈ ഉറിയിലുണ്ടായ രൂക്ഷമായ ഷെല്ലാക്രമണത്തെ തുടർന്ന് അവിടെ നിന്നും രക്ഷപ്പെടാനായി കുടുംബത്തോടൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ആ വാഹനത്തിന് മുകളിലേക്ക് 2 ഷെൽചീളുകൾ തുളച്ചു കയറിയാണ് അവർ മരിക്കാനിടയായത്. 3 കുഞ്ഞുങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അവർ ചികിത്സയിൽ തുടരുകയാണ്. ഒരാളുടെ നില ഗുരുതരമാണ്. എന്നാൽ അതേ നടപടികൾ പാകിസ്ഥാൻ ഇന്നും ആവർത്തിക്കുന്നു. ഈ 8 സെക്ടറുകളിലും ഇന്നും ഗുരുതരമായ രീതിയിൽ ഷെല്ലിംഗ് നടന്നു വരികയാണ്. ജമ്മു കശ്മീർ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. പലയിടത്തും ആകാശത്ത് വെളിച്ചവും ഒപ്പം തന്നെ പൊട്ടിത്തെറി ശബ്ദവും കേട്ടതായി ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പങ്കുവെക്കുന്നുണ്ട്. അത് വലിയ ആശങ്ക ആളുകൾക്ക് ഉയർത്തുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു പൊട്ടിത്തെറി ശബ്ദത്തിന് കാരണം എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കാരണം ഈ ഡ്രോണുകൾ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നു. കൃത്യമായി തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് ഔട്ട് എന്നുള്ളത് അപകടം പരമാവധി കുറയ്ക്കാൻ, കൂടാതെ ജനവാസ മേഖലകൾ ശത്രുരാജ്യം അറിയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് ഔട്ട് എന്ന സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അത് ഇന്നും തുടരുകയാണ്. 8 മണി മുതൽ തന്നെ 8 മണിയോടെ ജമ്മു കശ്മീരിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളും ബ്ലാക്ക് ഔട്ടിലാണ്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ജമ്മു മേഖലയിൽ ഇന്നും അതിരൂക്ഷമായ തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പൊട്ടിത്തെറി ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സമാനമായി തന്നെ സാംബ സെക്ടറിൽ ശക്തമായ ആക്രമണവും പ്രത്യാക്രമണവും നടക്കുകയാണ്. ഈ പൂഞ്ച് മേഖലയിൽ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി നൽകുന്നുണ്ട്. ജമ്മു കശ്മീരിന്റെ എല്ലാ അതിർത്തി മേഖലകളിലും ഇത്തരത്തിലുള്ള സംഘർഷം തുടരുകയാണ്.